ചേച്ചി, ഇന്നലെ മമ്മി ഇൻവിറ്റേഷൻ കൊണ്ടുവന്ന് വായിച്ചപ്പോ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ? അതാ ഞാനും ആലോചിക്കുന്നെ. സത്യത്തില് അവൻ എഴുന്നേറ്റപ്പോ ഞാൻ കരുതിയത് അവൻ ആ ഡൈനിങ് ടേബിൾ തട്ടിമറിച്ചിടുവെന്ന. ഒരു സൈലൻസ് മാത്രം. എന്തിനാ അധികം? ആ സൈലൻസ് മാത്രം പോരെ? രണ്ടുപേരോടും ഞാനൊരു കാര്യം പറയാം. സംസാരിക്കുന്ന സൂര്യയെ പേടിച്ചില്ലെങ്കിലും സംസാരിക്കാത്ത സൂര്യയെ നമ്മൾ പേടിക്കണം. സൈലൻസ് ഒരപകടമാണ്, ഒരപകടമാണ്, ഒരപകടമാണ്. പൂർണ്ണമായിട്ടും അപകടം. വരാനിരിക്കുന്നത് ഒരു കൊടുങ്കാറ്റാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നന്ദിനി, നന്ദിനി, അടച്ചു വെക്കാം. എന്താ അളിയാ? അയ്യോ സോറി നാത്തൂനെ, ശബ്ദമൊക്കെ ശരിയായോ? അളിയന്റെ ശബ്ദം വയറ്റിൽ എവിടെയോ കുടുങ്ങിപ്പോയതാ. ദേ ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ച് വയറ്റിലാഞ്ഞൊരൊറ്റടി. അയ്യോ ദൈവമേ, ഇന്ദ്രജി എന്റെ ശബ്ദം തിരിച്ചു കിട്ടി. അളിയാ, എന്റെ അളിയാ, അളിയാ, അളിയ നേരത്തെ ഒരെണ്ണം തരണമായിരുന്നു. ഇനി അളിയൻ പറയില്ലല്ലോ ഞാൻ എപ്പോഴും ദ്രോഹിക്കുന്നുവെന്ന്. അളിയനെ ഞാൻ അടിക്കുന്നെങ്കിൽ അളിയന് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. ഇനി അളിയനെ എന്നെ അടിച്ചാലും പരാതിയില്ല. ഞാൻ ഒരെണ്ണം. അയ്യോ വേണ്ട, അയ്യോ വേണ്ട, വേണ്ട. എന്റെ സൗണ്ട് തിരിച്ചു കിട്ടി. നന്ദിനി, അളിയന്റെ ശബ്ദം റെഡിയായി. അത്ഭുതമൊന്നും വേണ്ട, ശരിയായി. സാറേ, സാറിന്റെ പഴയ ശബ്ദമാണ് നല്ലായിരുന്നു. എടാ രാജു, ആകപ്പാടെ പുരുഷനാണെന്ന് തെളിയിക്കുന്ന ഒരു പുരുഷ ശബ്ദം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമം പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല. അല്ല, നിങ്ങൾ ആരും കഴിക്കുന്നൊന്നും ഇല്ലേ? ഞങ്ങള് പിന്നെ കഴിച്ചോളാം. ഓ, അത് ശരിയാ. അന്തസ്സിന്ന് താണവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ. നന്ദിനി, താ വിളമ്പിക്കൂ. പിന്നെ കഴിക്കാം. അവിടെ ഇരുന്നു, വിശപ്പില്ല. മതി മതി. ഞാൻ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാൻ ഇറങ്ങുക. ഈ ഒരു കാര്യമെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന രീതിയിൽ നടത്തണമെന്നുണ്ട് എനിക്ക്. ഇതുവരെ ഈ കാര്യത്തിന് എങ്ങനെയാണോ സഹകരിച്ചത് അതുപോലെ തുടർന്നും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ഉണ്ടാവണം. വേദ, പൂജാമുറിയിൽ നിന്ന് ആ ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്തിട്ട് വാ. രാജേട്ടാ, അവളെ എടുക്ക. ശരി മോളെ. എങ്ങോട്ടാ നമ്മൾ ആദ്യം പോകുന്നത്? ഞാൻ വരുന്നില്ല, ഞാൻ ഓഫീസിലേക്കാ.
നിങ്ങൾ വരാതെ എങ്ങനെയാ? എന്താടോ ഇത്? ഈ പിറന്നാൾ ആഘോഷിക്കുന്ന പരിപാടി തന്നെ എനിക്ക് ഇഷ്ടമല്ല.